ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ നടത്തിവരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന വിഷയം ഉൽപ്പത്തി പുസ്തകം 6ാമത്തെ അധ്യായത്തിൻ്റെ 1ാമത്തെ പാരഗ്രാഫിൽ കാണാം. അപ്പോൾ അതാരാണ് എന്നതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അതാരാണ് എന്നത് പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അത് എന്താണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രമേയം അവിടെ എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൂതന്മാരാണ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതിനുവേണ്ടി തെളിവിന് വേണ്ടി പറയുന്നത് യോബിന്റെ പുസ്തകം 1ാമത്തെ അധ്യായം 6ാമത്തെ വാക്യവും യോബിന്റെ പുസ്തകം 2ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യവുമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ സാത്താനും അവിടെ ചെന്നു. അപ്പോൾ അവിടെ ദൂതന്മാരെ കുറിച്ച് പറയുന്നത് കൊണ്ട് ദൈവപുത്രന്മാർ എന്നുള്ള വിളിപ്പേര് അവിടെ പറയുന്നത് കൊണ്ട് ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായത്തിലും കൊടുത്തിരിക്കുന്നത് ദൂതന്മാർ തന്നെയാണ് എന്ന ഒരു വാദഗതി ആണ് പലരുടെയും മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ അതാണോ എന്നത് ആണ് നാം ചർച്ച ചെയ്യുന്നത്. വേറെ പല ചിന്താഗതികൾ പലരുടെയും മനസ്സിലുണ്ട്. അതായത് രാജാക്കന്മാർ ആണെന്ന് പറയുന്നുണ്ട്, അതുപോലെ യഹൂദന്മാരാണെന്ന് പറയുന്നുണ്ട്, ദൈവാലയത്തിലെ പുരുഷ വ്യഭിചാരികളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ചിന്താഗതികൾ ഈ ദൈവപുത്രന്മാർ ആരാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ദൈവാലയത്തിലെ പുരുഷ വ്യഭിചാരികൾ എന്ന ചിന്തയെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അതായത് കനാനിലും ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്ന ഫലഭൂഷ്ടി ആരാധന അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കൾട്ട് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാമായിരിക്കാം. അത് അവിടെ മാത്രമല്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കാം, ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലവിൽ നിന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഏതാണ്ട് 100% അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിവുകൾ. മഹാപൂർണിമ ദിവസമാണ് ഈ പറയുന്ന ദേവദാസി വിഭാഗത്തിലേക്ക് സ്ത്രീകളെയും അല്ലെങ്കിൽ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 20 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അത് ബാൻ ചെയ്തു. എന്നാലും ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഒക്കെ കണ്ണുകളെ വെട്ടിച്ച് ഇപ്പോഴും മഹാപൂർണിമ ദിവസം ഇങ്ങനെയുള്ള സംഘത്തിലേക്ക് ആൾക്കാരെ അല്ലെങ്കിൽ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള അറിവ് എന്ന് പറയുന്നത്. എന്തായാലും ശ്രദ്ധിക്കണം, ദേവദാസി എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കണം. ശരിയായിട്ടുള്ള അർത്ഥം ദേവന്റെ ദാസി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾ പഴയ കാലത്ത് അമ്പലത്തിലിരിക്കുന്ന ആ ദേവനെ പൂജിക്കുവാനുള്ള അല്ലെങ്കിൽ ആ വിഗ്രഹത്തെ പൂജിക്കുവാനുള്ള പൂക്കളും വെള്ളവും ഒക്കെ ആയിട്ട് പറഞ്ഞു വിടും. അവിടെ ഈ പെൺകുട്ടികൾ അത് കൊണ്ട് കൊടുത്തതിന് ശേഷം അവര് ഇത് ഈ ദേവന്റെ മുൻപിൽ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും. ആരാധിക്കുവാൻ വന്ന അല്ലെങ്കിൽ തൊഴുവാൻ വേണ്ടി വന്ന ആൾക്കാർ അവിടുന്ന് മടങ്ങുമ്പോൾ പിന്നെ ഈ കൊച്ചു പെൺകുട്ടികളും അതുപോലെ അവിടെയുള്ള പുരോഹിത വിഭാഗവും മാത്രമേ കാണുകയുള്ളൂ. അവർ ഈ കൊച്ചു പെൺകുട്ടികളെ അവരുടെ ലൈംഗിക ആഗ്രഹത്തിന് വിധേയപ്പെടുത്തി. അങ്ങനെയാണ് ഈ ദേവദാസി അല്ലെങ്കിൽ ദേവന്റെ ദാസി എന്നുള്ള ആ വിളിപ്പേരിൽ വന്ന വിഭാഗം ഒടുവിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരെ വിളിക്കുന്ന ഹോളി പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞ വിശുദ്ധ വ്യഭിചാരികൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് വ്യഭിചാരവും വിശുദ്ധിയും കൊണ്ട് ഒരുമിച്ച് പോകുന്നത്. ഇത് രണ്ടും ഒരിക്കലും അടുക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ കനാനിൽ ഇതിന്റെ ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അശേരെ ആരാധിക്കുന്നവർ, അതുപോലെ ബാലിനെ ആരാധിക്കുന്നവരൊക്കെ അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ വെച്ച് ദൈവത്തിന്റെ പേരിൽ അവർ വ്യഭിചരിക്കുക. അപ്പോൾ ആ വർഷം ഫലഭൂഷ്ടി കൂടുതൽ ഉണ്ടാകും, അല്ലെങ്കിൽ ആ വർഷം അവർക്ക് സന്താനലബ്ധി ഉണ്ടാകും. തീർന്നില്ല, ആ വർഷത്തിൽ അവർക്ക് യുദ്ധത്തിൽ വിജയമുണ്ടാകുമ്പോൾ ഒത്തിരി രീതിയിലുള്ള ഫെർട്ടിലിറ്റി കൾട്ട് എന്ന് പറയുന്ന ഫലഭൂഷ്ടി ആരാധന എന്ന് പറഞ്ഞ വിഭാഗം ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും പഴയ കാലത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടർ ആണ് ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ പുത്രന്മാർ എന്നാണ് മറ്റു ചിലരുടെ കണ്ടുപിടുത്തം. അപ്പോൾ ഇതാണോ അല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും പ്രധാനമായിട്ട് വിശുദ്ധ ബൈബിളിന്റെ പഠിതാക്കളുടെ ഇടയിലുള്ള തർക്കമെന്ന് പറഞ്ഞ് രാജാക്കന്മാരെന്നോ യഹൂദന്മാരെന്നോ അല്ലെങ്കിൽ ദൈവാലയത്തിലെ പുരുഷവേശികൾ എന്ന് പറയുന്ന ഒന്നുമല്ല. അവരുടെ ഇടയിൽ ഉള്ള പ്രധാനപ്പെട്ട ചർച്ചയിൽ ഒന്നെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്.
അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരാണെങ്കിൽ ഒരു ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ദൂതന്മാർക്ക് പ്രത്യുൽപാദന ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അവർ വിവാഹിതരല്ല. ഇനിയും അവർ സ്ത്രീ ദൂതന്മാരെ വിശുദ്ധ ബൈബിൾ ഒരിടത്തും കാണുന്നില്ല. എല്ലാ സ്ഥലങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെല്ലാം പുരുഷ രൂപത്തിലാണ്, അല്ലാതെ സ്ത്രീ രൂപത്തിൽ ഒരു ദൂതൻ വന്ന് ഒരാളുടെ അടുക്കൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ ദൂതന്മാരുടെ ഇടയിലില്ല. ഇനി പുരുഷന്മാരും സ്ത്രീകളും ഉള്ള ഒരു രീതി അവർക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ദൂതന്മാർ ഇല്ല എന്നുള്ളത് വിശുദ്ധ ബൈബിൾ പറയുന്ന കാര്യമാണ്. അതായത് സുവിശേഷം 22-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത് സദൂക്യരുടെ ചോദ്യത്തിനുള്ള യേശുവിന്റെ മറുപടിയാണത്. എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, അവൻ മരിച്ചു. അവൻ മരിച്ചപ്പോൾ സന്തതികളില്ലായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ അന്നുണ്ടായിരുന്ന ദേവരധർമ്മമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരൻ വിവാഹം കഴിച്ച് അവന്റെ കുലം നിലനിർത്തുവാൻ അവന് ഒരു സന്തതിയില്ലെങ്കിൽ അവന്റെ സഹോദരൻ അവന് വിവാഹം കഴിക്കണം. അങ്ങനെ രണ്ടാമൻ കല്യാണം കഴിച്ചു, അവനും മരിച്ചു. 3, 4, 5, 6, 7 സഹോദരന്മാരുണ്ടായിരുന്നു. 7 സഹോദരന്മാരും അവളെ ദേവരധർമ്മം അനുസരിച്ച് വിവാഹം കഴിച്ചു. പക്ഷേ മക്കളുണ്ടായില്ല. ഒടുവിൽ അവർ എല്ലാവരും മരിച്ചു, ഈ സ്ത്രീയും മരിച്ചു. അപ്പോൾ പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? കാര്യം 7 പേർക്കും അവൾ ഭാര്യയായിരുന്നുവല്ലോ. ഇത് യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി വന്ന്, അല്ലെങ്കിൽ പുനരുത്ഥാനമില്ല എന്നും ദൂതന്മാരില്ല എന്ന് നമുക്ക് വിശ്വസിക്കുന്ന യഹൂദ വിഭാഗമാണ് ഈ പറയുന്ന വിഭാഗം. അതുകൊണ്ട് ആ സദൂക്യർ വന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള യേശുവിന്റെ മറുപടി: അവിടെ വിവാഹത്തിന് കൊടുക്കുന്നില്ല, ഇവിടെ വിവാഹത്തിന് എടുക്കുന്നില്ല, എല്ലാവരും ദൂത തുല്യരാകും. അപ്പോൾ ഓർക്കണം, അവിടെ യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: പുരുഷ വിഭാഗമെന്നോ സ്ത്രീ വിഭാഗമെന്നോ പറഞ്ഞ ഒരു ലൈംഗികതയുടെ സംവിധാനത്തിലല്ല. എന്ന് പറഞ്ഞാൽ ദൂതന്മാർക്ക് ലൈംഗിക ശേഷിയില്ല, അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദന ശേഷിയില്ല എന്നാണ് നാം അറിയേണ്ടത്. ഇനിയും ദൂതന്മാർക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ദൂത കുഞ്ഞുങ്ങൾ കണ്ടേനെ. അവർക്ക് പ്രത്യുൽപാദന ശേഷി നൽകിയിട്ടുള്ള ദൈവം അത് യൂട്ടിലൈസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടെ ദൈവം ഉണ്ടാക്കിയേനെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇവിടെ പറയുന്ന ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ പുരുഷ വിഭാഗങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൂതന്മാർ സത്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ ആരാധിച്ചും ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നുപോലും മാറ്റിക്കളയാതെ വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണെന്നിരിക്കുമ്പോൾ തന്നെ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലൂസിഫറിനെയും കൂട്ടരെയും ഓർക്കണം, അല്ലെങ്കിൽ സാത്താൻ ഇപ്പോൾ വിളിക്കുന്ന ആ വിഭാഗം. അപ്പോൾ ഒരാൾ മാത്രമല്ല, അവന്റെ സംഘത്തെ മുഴുവനും കൂടിയാണ് ദൈവം അവന്റെ ആ തസ്തികയിൽ നിന്നും ഒക്കെ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ ഓർക്കുക, അങ്ങനെയുള്ള വിഭാഗം ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ വന്നാൽ സത്യദൈവത്തെ വളരെ ബഹുമാനത്തോടെ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ആ ദൂതന്മാർ ദൈവത്തിന്റെ ആജ്ഞകൾ ലംഘിക്കാതെ വിശ്വസ്തരായി നിൽക്കുമ്പോൾ തന്നെ തെറ്റിപ്പോയ, അല്ലെങ്കിൽ ദൈവം തള്ളിക്കളഞ്ഞ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർക്ക് എന്തായാലും, ദൂതന്മാർക്ക് എല്ലാവർക്കും പ്രത്യുൽപാദന ശേഷി ദൈവം നൽകിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സാത്താനും കൂട്ടർക്കും അതുണ്ട്. അവർക്കും അത് ഉപയോഗിക്കുവാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും ഒരു സാത്താനോ, സാത്താന്റെ വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു ദൂതനോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂതനോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവർ എവിടെയെങ്കിലും ഗർഭവതികളായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ചരിത്രത്തിൽ എവിടെയെങ്കിലും അറിയാമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെ പലരുടെയും കണ്ണുവെട്ടിക്കാൻ വേണ്ടി പറഞ്ഞു പിടിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. സെമിറാമീസിനെ അറിയാമായിരിക്കാം. സെമിറാമീസിന്റെ ഭർത്താവ് നിമ്രോദ് മരിച്ചു കഴിഞ്ഞപ്പോൾ സെമിറാമീസ് അഹ്വീത ബന്ധത്തിൽ അവൾ ഗർഭവതിയായി. കുട്ടി ഉള്ളിലുള്ളപ്പോൾ പറഞ്ഞു, മരിച്ചുപോയ നിമ്രോദേവൻ രണ്ടാമതെങ്കിൽ പ്രത്യക്ഷീഭവിച്ചിരിക്കുകയാണ്. കുട്ടി ജനിച്ചപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, ഇത് സൂര്യദേവന്റെ പുത്രനാണ്. എന്തായാലും തമ്മൂസ് എന്നവന് പേര് നൽകി. അത് പലരുടെയും ആരാധനാമൂർത്തിയാണ് പഴയ കാലത്ത്. ഇന്ന് ആ പേരിൽ അല്ലാതെ തന്നെ തമ്മൂസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന കാര്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എക്സ്മസ് എന്ന് പറയുന്നത് പേരുമാറ്റം നടത്തി, മൊഴിമാറ്റം നടത്തി അതിനെ പിന്നീട് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പക്ഷെ ഓർക്കണം, അത് വിജാതി ഉത്സവമാണ്. അപ്പോൾ ഇങ്ങനെ പലരും അവിഹിത ബന്ധത്തിൽ പലയിടത്തും ഗർഭവതികളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളപ്പോൾ തന്നെ അത് ദൂതനാണെന്നോ അല്ലെങ്കിൽ ദേവനാണെന്നോ ഒക്കെ പേര് പറഞ്ഞ് അവർ ജനിച്ചു എന്ന് പറയുന്ന പല കഥാരൂപങ്ങളും അതുപോലെ ഇതിഹാസങ്ങളും ഒക്കെ നമ്മൾക്ക് പലർക്കും പരിചിതമാണ്.
പലരും വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും പലരും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശരിയായിട്ട് ദൂതന്മാർക്ക് പ്രത്യുൽപാദന ശേഷിയില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ദൂതന്മാർ അല്ല ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീണ്ടും ചോദ്യം ഉദിക്കുന്നു, അങ്ങനെ വന്നാൽ ആരാണ് ഈ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളതെന്ന് കണ്ട് അവരെ മോഹിച്ച് ഭാര്യമാരായിട്ടെടുത്തു. അപ്പോൾ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇനി ദൂതനാവട്ടെ, മനുഷ്യനാവട്ടെ, രാജാവാകട്ടെ, യഹൂദനാവട്ടെ, ഇനിയും ദൈവാലയ പുരുഷ വേശ്യകളാകട്ടെ, ആരുമാകട്ടെ, ആരായാലും എന്തായാലും ഈ പ്രശ്നത്തിലെ പ്രശ്നക്കാര് എന്ന് പറയുന്നത് സ്ത്രീ വിഭാഗമല്ല, പുരുഷ വിഭാഗമാണ്. അപ്പോൾ പുരുഷ വിഭാഗമാണെങ്കിൽ നിങ്ങൾ ബൈബിളിലെ അവിടുത്തെ എഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുദപിച്ചുവെന്നുമാണ്. ഇനിയും അത് ദൂതന്മാരാണെന്നിരിക്കട്ടെ. ദൂതന്മാരാണെങ്കിൽ എന്റെ ചോദ്യം, ആ വാക്യം അങ്ങനെയല്ലോ വരേണ്ടത്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത എന്നുള്ളത് ഭൂമിയിൽ ദൂതന്റെ ദുഷ്ടത വലിയതെന്ന് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. 2, ഇനിയും താൻ ദൂതനെ ഉണ്ടാക്കിക്കൊണ്ട് ദൈവം അനുദപിച്ചുവെന്നാണ് അവിടെ എഴുതേണ്ടത് അങ്ങനെ വന്നാൽ. പക്ഷെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം അനുദപിച്ചുവെന്നാണ്. അങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൂതന്മാരല്ല, ഇത് മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ മനുഷ്യനാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ആഖ്യാനങ്ങളും ചിന്തകളും ഒക്കെ വളരെ വ്യതിരിക്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മനുഷ്യനാണെങ്കിൽ അത് ഞാൻ മുമ്പ് പറഞ്ഞ രാജാക്കന്മാരായിരിക്കില്ലേ? മനുഷ്യനാണെങ്കിൽ അത് യഹൂദന്മാരായിരിക്കില്ലേ? 2, മനുഷ്യനാണെങ്കിൽ അത് മുമ്പേ ഞാൻ പറഞ്ഞ ദൈവാലയ പുരുഷവേശികൾ ആകല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ചിന്തകൾ പലരുടെയും മനസ്സിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ചിന്താഗതികളും അതിനോട് ബന്ധപ്പെട്ട ചിന്തകളുമൊക്കെ പലരുടെയും മനസ്സിൽ കിടന്ന തിരികളൊക്കെ നടത്തുകയാണ്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം, ഈ സംഭവം നടക്കുന്ന അവസരത്തിൽ യഹൂദൻ എന്ന് പറഞ്ഞ വിഭാഗം ഇല്ല എന്നുള്ളതാണ് നാം ആദ്യം ഇവിടെ അറിയേണ്ടത്. അറിയാമല്ലോ, നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് മുൻപ് ഉള്ള ഒരു സംഭവമായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ യഹൂദൻ എന്ന് പറഞ്ഞ വിഭാഗമില്ല. ഇനിയും ഇസ്രായേൽ എന്ന് പറഞ്ഞ വിഭാഗം തുടങ്ങുന്നത് തന്നെ യാക്കോബ് എന്ന് പറഞ്ഞ മനുഷ്യനിൽ നിന്നാണ് ആ പേരിന് വ്യതിയാനം വരുന്നത്. ഇനിയും അല്പം കൂടെ പുറകിലേക്ക് പോയാൽ അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യനെ വിളിച്ചാണ് ദൈവം കൽപ്പനകളും നിയമങ്ങളും ഒക്കെ നൽകി ഒരു പ്രത്യേക ജനവിഭാഗത്തെ സത്യദൈവത്തെ ആരാധിക്കുവാനും വേണ്ടി നിയമിക്കുന്നത്. ഇനി 2-ാമത്തെ ഘട്ടം ശ്രദ്ധിക്കണം. ഇസ്ഹാക്കിന്റെ കാലമെത്തി, യാക്കോബിന്റെ കാലമെത്തി. അപ്പോൾ അങ്ങനെ യാക്കോബിന്റെ സമയത്താണ് യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആ പേരിലേക്ക് വരുന്നത്. പക്ഷേ യാക്കോബിന്റെ കാലത്തോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ ബൃഹത്തായ ഒരു വിഭാഗം ഉണ്ടായില്ല എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന യഹൂദ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലി വിഭാഗങ്ങൾ അല്ല എന്നാണ് പറഞ്ഞത്. ഇനിയും അങ്ങനെ വരുമ്പോൾ ഇത് ആരാണെന്നാണ് നാം അറിയേണ്ടത്. ആദം ഹവ്വ ദമ്പതിമാർക്ക് മക്കൾ ഉണ്ടായി. ആദ്യ മകൻ എന്ന് പറയുന്നത് കയീനാണ്. കയീൻ ഉണ്ടായപ്പോൾ അവർ മനസ്സിൽ കരുതിയ ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയോട് പറഞ്ഞ ഒരു പ്രവചന രൂപം നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. അവിടെയാണ് പറഞ്ഞത്, ഞാൻ നിന്റെ സന്തതിക്കും ഈ പാമ്പിനും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അപ്പോൾ ഇത് നിന്റെ സന്തതി അവന്റെ തല തകർക്കും, അവൻ അവന്റെ കുതികാൽ കടിക്കും. അപ്പോൾ ഇത് ഈ പ്രവചനത്തിന്റെ നിറവേറലായിട്ടാണ് കയീൻ ഉണ്ടായത് എന്നാണ് ആദം ഹവ്വ ദമ്പതിമാർ കരുതിയിരുന്നെന്നാണ് വേദശാസ്ത്രന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് നിരാശയുണ്ടായ ആ ഒരു ഘട്ടത്തിൽ നിന്ന് അതിന്റെ വ്യതിയാനം വരുത്തുവാനും വേണ്ടി ആ പറഞ്ഞ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ നിവർത്തിയായിട്ട് ഉണ്ടായ ഒരു സന്തതിയാണ് ഈ കയീൻ എന്നാണ് അവർ കരുതിയത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദി മനുഷ്യനായ ആദമിനെ പാപത്തിൽ ചതിച്ച അതേ സാത്താൻ തന്നെ ആദി തലമുറയായ കയ്യനെയും പാപത്തിൽ വീഴ്ത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന് പ്രമേയം അറിയാമല്ലോ. അവിടെ തന്റെ സഹോദരനായ ആ
മനുഷ്യനെ അല്ലെങ്കിൽ ഹാബേലിനെ കൊല്ലുവാൻ ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല കയ്യൻ. എന്തിനാണ് അവിടെ കൊന്നത് എന്നുള്ളത് മറ്റൊരു ചിന്തയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞത്, ആദ്യ മാതാപിതാക്കളെ പാപത്തിൽ വീഴ്ത്തിയ ആ സാത്താൻ തന്നെ അവരുടെ ആദ്യ തലമുറയായി ഇവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരുമെന്ന് അവർ കരുതിയിരുന്ന ഈ കയ്യൻ എന്ന് പറയുന്ന അവനെയും ആ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കണം, കയ്യന്റെ വിഭാഗത്തെ അറിയപ്പെടുന്നത് അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അവർ സത്യദൈവ ആരാധനയിൽ നിന്ന് അവർ മുൻപോട്ട് മാറിപ്പോയി. അവർ മറ്റ് ഇവിടെ കാണുന്ന ഇന്ന് പലരും ആരാധിക്കുന്ന സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ആകാശത്തിലെ സൈന്യങ്ങളെയോ ഒക്കെ അവർ ആരാധിച്ചു വരുന്ന ഒരു രീതിയിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുന്ന സംവിധാനത്തിൽ നിന്ന് അവർ മാറി അവർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വിജാതീയ ആരാധനയുടെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം ഈ കയ്യിന്റെ ആരാധനാ സംവിധാനം. അപ്പോൾ അങ്ങനെ അവർ ആരാധിച്ചു വരുന്ന ആ വേള എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുവാനും വേണ്ടി മുൻപോട്ട് പോകേണ്ടിരുന്ന ഹാബേലിനെ തകർത്ത് കളഞ്ഞു. എന്നാൽ അതിന് പകരം ആദം ഹവ്വ ദമ്പതിമാർക്ക് ഉളവായ ഒരു സന്താനമാണ് ശേത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശപിക്കപ്പെട്ട ഭൂമിയിൽ ദൈവം അവർക്ക് മറ്റൊരു സന്താനത്തോട് നൽകി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആദം ഹവ്വ ദമ്പതിമാർക്ക് 2 മക്കൾ ഉണ്ടായെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുത്തനെ തകർത്ത് കളഞ്ഞു, എന്നാൽ അതിന് പകരമായിട്ട് ശേത്തുണ്ടായി. അപ്പോൾ 3 മക്കളെ ജനിപ്പിച്ചുവെന്ന് മാത്രം നിങ്ങൾ കരുതരുത്. ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകണം. ഒരു യഹൂദ പാരമ്പര്യത്തിൽ പറയുന്നത് ആദമിന് ഹവ്വയ്ക്കും 30 ആൺകുട്ടികളും 30 പെൺകുട്ടികളും ജനിച്ചെന്നാണ്. എന്നാൽ മറ്റൊരു യഹൂദ പാരമ്പര്യത്തിൽ പറയുന്നത് ആദം ഹവ്വ ദമ്പതിമാർക്ക് 300 ആൺകുട്ടികളും 300 പെൺകുട്ടികളും ജനിച്ചെന്നാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം. കയ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലുമെന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, തന്റെ അപ്പനും അമ്മയും ആദം ഹവ്വ ദമ്പതിമാരാണ്. അവർ അവനെ കണ്ടാൽ കൊല്ലുകയില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഹാബേലാണ്. അവൻ ഏതായാലും മരിച്ചുപോയി. അപ്പൊ പിന്നെ ആരാണ് കൊല്ലുക എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സംഭവം ഓർക്കണം, 300 ആൺകുട്ടികളും 300 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വലിയ ബൃഹത്തായ സമൂഹം തന്നെ അന്നുണ്ട്. ദൈവം പെറ്റുപെരുകുവാൻ വേണ്ടിയാണ് ആദ്യ മനുഷ്യനോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന ഈ പറയുന്ന ഭാഗത്ത് അങ്ങനെയുള്ള തന്നെ സഹോദരങ്ങൾ അവരുടെ സഹോദരനായ ഹാബേലിനെ അവൻ കൊന്നതിന്റെ പേരിൽ വൈരാഗ്യം തീർക്കുമെന്നാണ് കയ്യൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, കയ്യന്റെ കാലത്തോടുകൂടി നടന്ന ഒരു സംഭവമാണ് അന്യദൈവ പൂജയിലേക്ക് നയിക്കുന്ന എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കുന്ന സംവിധാനത്തിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളെ കൊണ്ടുപോകുന്ന കാര്യമുണ്ടായത്. എന്തായാലും ഇവിടെ പറഞ്ഞ എന്താണ്, ശേത്ത് എന്ന് പറയുന്ന ആ ഒരു മകൻ ഉണ്ടാകുകയാണ്. ശേത്തിന്റെ മകനായ ഏനോഷിന്റെ കാലത്താണ് സത്യദൈവത്തെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായത് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്ന സ്ഥിരമായിട്ടുള്ള തലമുറകൾ ദൈവത്തെ ആരാധിക്കുന്ന സത്യദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് ആ ജനവിഭാഗത്തെ മുഴുവൻ കൊണ്ടുപോകത്തക്ക നിലയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാകുന്നത് ശേത്തിന്റെ മകനായി ഉളവായി വന്ന ഏനോഷിന്റെ കാലത്താണ്. അപ്പോൾ ഓർക്കണം, ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ പറയുന്നത് എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്താണ് ഈ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് പറയുന്ന വിഭാഗം ഇവിടെ പറയുന്നത് എന്നുകൂടെ ഞാൻ പറയാം. അതായത് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാക്കുവാൻ ദൈവം തുടങ്ങിയതിന്റെ പിൻപിലുള്ള കാരണകഥ അല്ലെങ്കിൽ എറ്റിയോളജി അല്ലെങ്കിൽ എന്താണ് അതിന് നിമിത്തമായത്, ദൈവത്തിന് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഭൂമിയെ കൊണ്ടെത്തിക്കുവാൻ എന്തിന് ദൈവം തുടങ്ങി എന്ന് പറയുന്ന ഒരു കാരണ സംഭവം അല്ലെങ്കിൽ കാരണകഥ അല്ലെങ്കിൽ എറ്റിയോളജിയാണ് ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന ആദ്യത്തെ പാരഗ്രാഫ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, അപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവമക്കൾ എന്ന് പറയുമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുമോ? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ ഭൂമിയിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിത്യക്തിക്ക് വേണ്ടി അവതാരം ചെയ്ത യേശു ക്രിസ്തുവിന്റെ വംശാവലി അല്ലെങ്കിൽ വംശാവലി പട്ടിക അവിടെ പറയുകയാണ്. ആ പറയുന്ന സമയത്ത് അവിടെ രേഖപ്പെടുത്തിയ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യമാണ്. ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ സത്യദൈവത്തെ ആരാധിക്കുന്ന വിഭാഗത്തെ ഇന്നും കളിയാക്കിയാണെങ്കിലും പെന്തക്കോസ്തുകാരെയൊക്കെ മറ്റും ഇപ്പോഴും കളിയാക്കി ദൈവമക്കൾ എന്ന് വിളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, സത്യദൈവത്തെ ആരാധിച്ച
ഷേത്തിന്റെ സന്തതി പരമ്പരയിലുള്ള പുരുഷ വിഭാഗം അവർ അന്യദൈവ പൂജ നടത്തിക്കൊണ്ടിരുന്ന കയ്യിന്റെ സന്തതി പരമ്പരകളായ അവരുടെ തലമുറകളിലുള്ള പെൺകുട്ടികളെ അവര് മോഹിച്ച് ഭാര്യമാരായിട്ടെടുത്തത് ഒരു കഥാരൂപത്തിൽ അവിടെ വർണ്ണിക്കുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ദൂതന്മാരല്ല, ദൈവാലയ പുരുഷ വേശിമാരല്ല, രാജാക്കന്മാരല്ല, ഇസ്രയേലികളല്ല, അന്നുണ്ടായിരുന്ന ഷേത്തിന്റെ സന്തതി പരമ്പരയിലുള്ള സത്യദൈവത്തെ ആരാധിക്കുന്ന പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ വിരാമക്കുത്തുന്നു. അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ കണ്ടെത്തുന്നു. നിങ്ങളെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.